ഇപ്പോൾ ബൈരസൻ വാലി തീവ്രവാദി ആക്രമണത്തിൽ സർക്കാരിന് വീഴ്ച വന്നു എന്ന് ചില കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഹാരിസ് ബീരാൻ MP പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബൈരസൻ വാലിയിലേക്ക് ആളുകളെ കയറ്റി വിടാറില്ലായിരുന്നു. അത് അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അങ്ങോട്ട് ആളുകളെ കയറ്റിവിടാറുള്ളത്. അതാണ് പതിവ്. പക്ഷേ ഇത്തവണ അത് ജൂൺ മാസത്തിലാണ്. ഇത്തവണ ഏപ്രിൽ 20 ആളുകളെ കയറ്റിവിട്ടത് സംസ്ഥാന സർക്കാരാണ്. ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന മുഖ്യമന്ത്രി നയിക്കുന്ന സംസ്ഥാന സർക്കാർ. ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിയുടെ ആളാണ്. പിന്നെ ഹാരിസ് ബീരാനൊക്കെ വളരെ പ്രിയപ്പെട്ട ആളുമായിരിക്കണം ഒമർ അബ്ദുള്ള. ഏതായാലും ഇന്നലത്തെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു അതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ ആളുകളെ കയറ്റി വിടുന്നത് ജൂൺ മാസത്തിലാണെന്നിരിക്കെ അതിനു മുമ്പ് ഏപ്രിൽ 20 മുതൽ കയറ്റിവിട്ടു. അത് കേന്ദ്ര സർക്കാരിനെയും സൈന്യത്തെയും അറിയിക്കാതെ ചെയ്ത നടപടിയാണെന്ന്. അപ്പോൾ വീഴ്ച വരുത്തിയത് ആരാണ്? കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയല്ലേ? ഉമർ അബ്ദുള്ളയുടെ കൂടെ അവിടെ ഭരിക്കുന്നത് ഘടകകക്ഷിയാണ്. മന്ത്രിമാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ ഘടകകക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. ഇതാണ് സംഭവം. അതായത് 1995 പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, അവിടെ സർക്കാരും ഒന്നുമില്ല. ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സർക്കാരുണ്ട്. കേരളത്തിൽ ഇങ്ങനൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ സർക്കാരിനല്ലേ ഉത്തരവാദിത്വം? അതെ. ഇവിടെ ഒരു ഭീകരാക്രമണം നടന്നു എന്നിരിക്കട്ടെ, കേന്ദ്രത്തിനാണോ ഉത്തരവാദിത്വം? ഇവിടെ BSF ഉണ്ട്, പട്ടാളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രത്തിനല്ല. കേന്ദ്രത്തെ അറിയിച്ച് കേന്ദ്രം ആ പ്രദേശത്തിന്റെ സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ 1995 കാര്യം വീണ്ടും ഉന്നയിക്കുന്നത്. അന്ന് നമ്മൾ ഇന്നലെ ആ മെഡോ എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി പറഞ്ഞല്ലോ. നരസിംഹറാവുവിന്റെ മറ്റേ സർക്കാരാണ് കേന്ദ്രത്തില്. അന്ന് വിദേശികളായ 6 പേരെ റാഞ്ചി കൊണ്ടുപോയി ഈ ഭീകരന്മാര്. ആ സമയത്ത് ആ റാഞ്ചികളെ മോചിപ്പിച്ചില്ല. ആ റാഞ്ചികളെ ഭീകരന്മാര് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആ സമയത്ത് അവിടെ സർക്കാരില്ലാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ഉത്തരവാദിത്തം, കോൺഗ്രസിന്. അത് കോൺഗ്രസിന് മറക്കാൻ പറ്റുമോ? ഇനി വേറെ കാര്യമായിട്ട് പറയാം. ഒരു രാജ്യത്ത് ജനങ്ങളുടെ മനസ്സെന്താണ്, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ക്രമസമാധാന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാവുന്നത് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കാണ് അറിയാവുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച്. ഞാനതല്ല പറഞ്ഞൊന്ന് സാർ, ഞാൻ പറയാൻ വന്ന വേറൊരു പോയിന്റാണ്. സാറിന് ശ്രദ്ധിച്ചാൽ സാറിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളുമാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അറിയാവുന്നത്. അതിൻ്റെ ഇൻപുട്സ് അവർക്കാണ് കിട്ടുന്നത്. കാശ്മീരിൽ സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നില്ല, കേന്ദ്ര ഭരണമായിരുന്നു. അപ്പോൾ സുരക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിനേ അറിയാവുള്ളൂ. എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കേന്ദ്രത്തിന് അറിയാം. എപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് കേന്ദ്രത്തിന് മാത്രം അറിയാമെന്നിരിക്കെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു നടത്തടാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിൽ നിന്ന് ഒരു സംസ്ഥാന സർക്കാരിന് ഭരണം കൈമാറിയ ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. അപ്പോൾ ഫലത്തിൽ സംസ്ഥാന സർക്കാരിനെ അവിടെ അവരോധിക്കാൻ, തെരഞ്ഞെടുപ്പ് നടത്താൻ വടിയെടുത്ത് നിർദ്ദേശിച്ച സുപ്രീം കോടതിക്ക് ഒരു പങ്കില്ലേ? സുപ്രീം കോടതി അന്നൊരു കാലപരിധി വെച്ചിരുന്നു, 3 മാസം പറഞ്ഞിട്ട്. 3 മാസം ഭയങ്കര ഒരു ദൗർബല്യമാണെന്ന് തോന്നുന്നു 3 മാസ പരിധി സുപ്രീം കോടതിക്ക്. സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്ന് സുപ്രീം കോടതി. കേന്ദ്രം പറഞ്ഞത് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞപ്പോഴാണ് സെപ്റ്റംബർ 30 മുമ്പ് നടത്തിയില്ലെങ്കിൽ എല്ലാത്തിനെയും മൂക്കി കയറ്റിക്കളയും എന്ന തരത്തിൽ ഒരു ഭീഷണി പോലെ ഈ നിർദ്ദേശം ഉണ്ടായത്. കേന്ദ്രം അന്ന് മറ്റേ ബില്ല് ടേബിൾ ചെയ്യുമ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിന്റെ 24 സീറ്റ് POK-യിലത്തതും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് POK പിടിച്ചിട്ട് പതുക്കെ തെരഞ്ഞെടുപ്പ് മതിയായിരുന്നേ. സുപ്രീം കോടതി പറഞ്ഞു നമുക്ക് POK പിടിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ കേന്ദ്രം തന്നെ കശ്മീർ ഭരിച്ചുകൊണ്ട് ചെയ്യാനായിരുന്നു അത് എളുപ്പം. അതെ, അതായിരുന്നു എളുപ്പം. ഇതൊക്കെ അപ്പോൾ കോടതികൾ അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ തമിഴ്നാട്ടിലെ കേസ് കണ്ടല്ലേ? തമിഴ്നാട്ടിലെ കേസിൽ സെന്തിൽ ബാലാജി ജോലിക്ക് കോഴ എന്നുള്ള പദ്ധതി പ്രകാരം കൈക്കൂലി മേടിച്ചു. കേസായപ്പോൾ രാജിവെച്ചു. തെളിവുകൾ മന്ത്രി എന്ന നിലയിൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജിവെച്ചു. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ശരി, ഇയാൾ രാജിവെക്കുകയാണെങ്കിൽ തനിക്ക് ജാമ്യം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാമ്യം കിട്ടിയ ആള് ജാമ്യം കിട്ടി 2-ാം ദിവസം വീണ്ടും മന്ത്രിയായി. ഇപ്പൊ കോടതി ചോദിച്ചു ഇതെന്തൊരു മര്യാദ കട,
താൻ തെളിവ് നശിപ്പിക്കുമെന്നത് കൊണ്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ ജാമ്യം തരാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. തനിക്ക് വീണ്ടും തെളിവ് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് രാജിവെക്കുക അല്ലെങ്കിൽ ജയിലിൽ പോവുക. ഒന്നെങ്കിൽ പദവി അല്ലെങ്കിൽ ജയിൽ, ഏത് വേണമെന്ന് തീരുമാനിച്ച് തിങ്കളാഴ്ച പറയാൻ പറഞ്ഞിരിക്കുക. അക്കൂട്ടത്തിൽ സുപ്രീം കോടതി ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് അന്ന് തെറ്റുപറ്റിപ്പോയി, ഇയാളെ വിശ്വസിച്ചത്. എങ്ങനെയുണ്ട്? അപ്പൊ തെറ്റ് പറ്റും, പക്ഷെ തിരുത്താൻ പറ്റില്ല. കാരണം ഇയാൾ മന്ത്രിയായിരിക്കെ ചെയ്ത അഴിമതിയിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ബലമായി രാജിവെച്ചാൽ ജാമ്യം തരാമെന്ന് സുപ്രീം കോടതി അങ്ങനെ ജാമ്യം കൊടുത്തു. ഇയാൾ രാജിവെച്ചിട്ട് ജാമ്യം കിട്ടിയ ഉടനെ മന്ത്രിയായി. എന്നിട്ട് ഇത്രയും കാലം അയാൾ മന്ത്രിയായിട്ടിരുന്നു. അതിനിടയ്ക്ക് അയാൾ തെളിവ് നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും? സുപ്രീം കോടതി ഖേദിച്ചിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് രാജ്യവുമായി ബന്ധപ്പെട്ട കേസ്, രാജ്യവിരുദ്ധതയുമായി, സുരക്ഷ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ സില്ലിയായിട്ടാണ് സുപ്രീം കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മുമ്പേ നമ്മൾ ചർച്ച ചെയ്താണ് പാർലമെന്റ് ആക്രമണത്തിൻ്റെത്. ഇത്തരം കേസുകളിലൊക്കെ ഇവർ ഈ സെക്കുലർ സമൂഹം എന്ന് പറയുന്ന ഒരു വ്യാജ സമൂഹം ഉണ്ടല്ലോ, ഈ എന്താ പറയുക, ഇസ്ലാമിസ്റ്റ്, സ്യൂഡോ ലിബറൽ ലെഫ്റ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് വലിയ കാര്യം. പച്ചയ്ക്ക് പറഞ്ഞ വോക്കിസം ഇത് തന്നെയാണ് സംഭവം. ഇതാണ് ഇപ്പോൾ പലരും, ഞാൻ ഈ ചർച്ചകളിൽ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണം സുപ്രീം കോടതിയാണെന്ന് പറയുന്ന പല പ്രസ്താവനകളും പലയിടത്തും വന്നിട്ടുണ്ട്. പലരും പറയുന്നുണ്ട്, പലരും ധൈര്യത്തോടെ പറയുന്നുണ്ട് ഇതിന് കാരണം സുപ്രീം കോടതിയാണ്. അവിടെ മര്യാദയ്ക്ക് കേന്ദ്ര സർക്കാർ സിസ്റ്റം ശരിയാക്കിക്കൊണ്ട് വരുമായിരുന്നു. അത് പൂർത്തിയാകും മുമ്പ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി തെരഞ്ഞെടുപ്പ് നടത്തിയാണ് ഈ കുഴപ്പമായത്. കുറച്ച് 4-5 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിലും. സുപ്രീം കോടതി സഹിഷ്ണുത എന്ന് പറഞ്ഞ വർത്താനം ഇതിലൊക്കെ പറയേണ്ട കാര്യം എന്താണ്? കലിമ ചൊല്ലിക്കുന്ന പരിപാടി, മതവുമായി ബന്ധപ്പെട്ട് മതത്തിൽ ഭയങ്കരമായി ആഴ്ന്നിറങ്ങി അഗാധമായ വേരുകളുള്ള ഭീകരപ്രസ്ഥാനങ്ങളാണിത്. അത് എല്ലാ മൊല്ലാക്കന്മാരും ഇതിൻ്റെ കൂടെ, സത്യത്തിൽ അത്തരം ആളുകളൊക്കെ ഇപ്പം മൗനമല്ലേ? ഇതിനെ കേരളത്തിലെങ്കിലും അപലപിച്ച ആരെങ്കിലും? മറ്റുള്ളിടത്ത് അപലപിച്ചാലും കേരളത്തിൽ അപലപിക്കൂല. കേരളത്തിൽ ചില മാപ്രകളുടെ തന്നെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. കേന്ദ്രത്തിനല്ലേ ഉത്തരവാദിത്തം, എങ്ങനെ ഇത് സംഭവിച്ചു, അവിടെ എന്താ ആരും ഇല്ലാതിരുന്ന? കേന്ദ്രം പറഞ്ഞില്ലേ? കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ തോക്കുധാരികളായ പട്ടാളക്കാർ നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്തതിൽ എനിക്കും സംശയമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് രജിസ്ട്രേഷൻ അമർനാഥ് യാത്രയുടെ തുടങ്ങുന്നത്. ജൂലൈയിലാണ് യാത്ര. പക്ഷെ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ഥലം പ്രവേശന കവാടം തുറന്നു കൊടുത്തു എന്നല്ലേ ഈ പറഞ്ഞ? അതെ, അതെന്തിനു വേണ്ടി? അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ സുരക്ഷാ വീഴ്ച ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നതാണ് ചോദ്യം. ഇപ്പൊ ഞാൻ വേറെ കാര്യം ഈ കോൺഗ്രസ്സുകാർ പറയുന്നുള്ളൂ. എൻ്റെ ഒരു കണക്കുണ്ട്. UPA ഭരണകാലം മൻമോഹൻ സിംഗ് ജി പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷക്കാലം, 10 വർഷക്കാലത്തെ രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങളുടെ, ഭീകരവാദി ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. 2005 ഡൽഹി സ്ഫോടനം, 2006 അഹമ്മദാബാദ് സ്ഫോടനം, 2006 വാരണാസി സ്ഫോടനം, 2006 മുംബൈ ട്രെയിൻ സ്ഫോടനം, 2006 മലേഗാവ് സ്ഫോടനം, 2007 സംജോത എക്സ്പ്രസ് സ്ഫോടനം, 2007 ഹൈദരാബാദ് സ്ഫോടനം, 2007 അജ്മീർ സ്ഫോടനം, 2007 ലക്നൗ സ്ഫോടനം, 2007 കാൺപൂർ സ്ഫോടനം, 2008 ജയ്പൂർ സ്ഫോടനം, 2008 അഹമ്മദാബാദ് സ്ഫോടനം, 2008 മഹാരാഷ്ട്ര ട്രെയിൻ സ്ഫോടനം, 2008 മുംബൈ ആക്രമണം, നമ്മുടെ റാണ ഉൾപ്പെട്ടത്, 2008 അഗർത്തല സ്ഫോടനം, 2009 അസം സ്ഫോടനം, 2009 ഗുവാഹട്ടി സ്ഫോടനം, 2010 ജ്ഞാനേശ്വരി ട്രെയിൻ സ്ഫോടനം, 2010 ദന്തേവാഡെ സ്ഫോടനം, 2010 കോയമ്പത്തൂർ സ്ഫോടനം, 2011 ഡൽഹി സ്ഫോടനം, 2012 പൂനെ സ്ഫോടനം, 2013 ബാംഗ്ലൂർ സ്ഫോടനം, 2013 ശ്രീനഗർ സ്ഫോടനം, 2013 മാവോയിസ്റ്റ് ആക്രമണം, 2013 ബോധഗയ സ്ഫോടനം, 2011 പാറ്റ്ന സ്ഫോടനം, 2013 ജലപായ്ഗുരി സ്ഫോടനം. ഇത്രയും സ്ഫോടനങ്ങളാണ് സുരക്ഷാ വീഴ്ച പറയുന്ന പാർട്ടി ഇന്ത്യ ഭരിച്ച വരുന്നതിന് മുമ്പ് വരെയുള്ള വർഷമാണ് 2005 മുതൽ 2013 വരെ നമ്മുടെ രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങളുടെ, തീവ്രവാദി ആക്രമണങ്ങളുടെ പട്ടികയാണ് വായിച്ചത്. ഒരു വർഷം തന്നെ 5-6 ഉണ്ട് നിരവധി ആളുകളാണ് മരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരാണിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അമിത്ഷാ ഉത്തരം പറയുന്നില്ല, എന്തുകൊണ്ട് മോദി ഉത്തരം പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി
മീറ്റിങ്ങിൽ തന്നെ ഇതിനെപ്പറ്റി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെപ്പറ്റി രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു ഡൽഹി പത്രത്തിൽ വായിച്ചു. അതായത് സർവകക്ഷി യോഗത്തിൽ മോദിയും ഷായും ചിലപ്പോൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. നഡ്ഡ അങ്ങനെ കക്ഷി നേതാക്കൾ പങ്കെടുത്താൽ മതിയല്ലോ. അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പോകണ്ട, ഖാർഗെയും പോകണ്ട. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പോകണം എന്ന് തീരുമാനിച്ചു എന്നാണ് വായിച്ചത്. അപ്പൊ അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയം, പഴയ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ പട്ടിക വായിക്കുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടാവും. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പോകാം എന്നൊക്കെ അജയ് മാക്കൻ പറഞ്ഞു. ഖാർഗെക്ക് രണ്ട് മനസ്സാണ് ഈ വക കാര്യങ്ങളിൽ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, മറ്റേ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊന്ന കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു വാചകം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. പാകിസ്ഥാൻ്റെ പേരുണ്ട് അതിൻ്റെ അകത്ത്, പക്ഷെ ഭീരുത്വമാണെന്നുണ്ട്, മൂല്യങ്ങൾക്ക് മേലുള്ള ആക്രമണം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മൂല്യമാണെന്ന് അറിഞ്ഞുകൂടാ, സനാതനം എന്നതിൻ്റെ അകത്തില്ല. മൂല്യങ്ങൾക്ക് മേൽ ഹിന്ദുക്കളെ ലക്ഷ്യമാക്കിയത് വികാരം കത്തിക്കാനാണെന്നും വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തെരഞ്ഞു പിടിച്ച് ഈ കലിമ ചൊല്ലിച്ചതാണെന്നോ ഈ മതാന്ധതയുടെ പ്രശ്നമോ ഇതൊന്നും വർക്കിംഗ് കമ്മിറ്റി പ്രമേയത്തിലില്ല. ഖാർഗെ മറ്റേ അമർനാഥ് യാത്ര നടത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ നടത്തുമല്ലോ. അത് ഖാർഗെ പറഞ്ഞിട്ട് വേണം നടത്താൻ. ഏതായാലും ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയത് ആരാണ്? ഉമർ അബ്ദുള്ളയ്ക്ക്. സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലേ? അല്ല, സംസ്ഥാന സർക്കാരിന് പങ്ക്. അപ്പോൾ സുരക്ഷാ ഏജൻസികളെ അറിയിക്കാതെ, അവരുടെ കേന്ദ്രത്തെ അറിയിക്കാതെ എന്തിന് ബൈസരൻ വാലി തുറന്നു കൊടുത്തു? ഉമർ അബ്ദുള്ള മനഃപൂർവ്വം ചെയ്തതാണോ, അറിയാതെ ചെയ്തതാണോ, അതോ ഇന്ത്യ മുന്നണിക്ക് ഇതിൽ പങ്കുണ്ടോ? പിന്നെ സുപ്രീം കോടതിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മാവിലായിക്കാരനല്ല, ഞാൻ സുപ്രീം കോടതിയുടെ കൂടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.